നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം തൃശൂർ റോഡിലെ എബി മാൾ കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. തീപിടുത്തമുണ്ടായത് ഇന്റിമേറ്റ് മാട്രിമോണി എന്ന സ്ഥാപനത്തിൽ. കമ്പ്യൂട്ടറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. ഉത്സവങ്ങളും ആഘോഷങ്ങളും മാനവസ്നേഹവും മതസൌഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണെന്ന് NK അക്ബർ MLA. മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം MLA ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെ രാത്രി 7:30 വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഗ്രാമകത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികൾ ഒരുക്കിയതായും ഭാരവാഹികൾ. അനധികൃത മദ്യവിൽപ്പന. 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ആർത്താറ്റ് കൂളിയാട്ടിൽ വീട്ടിൽ സുബീഷ്, അടുപ്പുട്ടി കണ്ടംപുള്ളി വീട്ടിൽ പ്രകാശൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം തൃശൂർ റോഡിലെ എബി മാൾ കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റിമേറ്റ് മാട്രിമോണി സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച രാവിലെ 7:30യോടെയാണ് സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. തുടർന്ന് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, രേഖകൾ എന്നിവ കത്തി നശിച്ചതായാണ് വിവരം. ഉത്സവങ്ങളും ആഘോഷങ്ങളും മാനവസ്നേഹവും മതസൌഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണെന്ന് NK അക്ബർ MLA അഭിപ്രായപ്പെട്ടു. മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിലെ നിലവിലെ സാഹചര്യം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും മതസൌഹാർദ്ദം തച്ചുതകർക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ കേരള ജനത ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ, അവിടെയാണ് മലയാളി മറ്റെല്ലാം മറന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്നതിൻ്റെ മാതൃകാപരമായ ചിത്രങ്ങൾ. ഇതിന്ന് നാടാകെ ഷെയർ ചെയ്യുന്നത്, ലോകമാകെ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവങ്ങളായി മാറി, എല്ലാവരുടെയും ഉത്സവങ്ങളായി മാറി, കേരളീയന്റെ ഉത്സവമായി മാറി. ബീച്ച് ഫെസ്റ്റിവലിന്റെ 2ാം ദിനത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനും പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ അധ്യക്ഷനായി. പൊന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പൊന്നിയൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ MV ഹൈദരലി, പൊന്നിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NK ഗോപി, MP ഇക്ബാൽ മാസ്റ്റർ, PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പറും ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി കൺവീനറുമായ അസീസ് മന്നലാംകുന്ന് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VK ഇർഷാദ് നന്ദിയും പറഞ്ഞു. പൊന്നിയൂർ പഞ്ചായത്ത് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ആൽത്തറ തൈക്കോണ്ടോ അക്കാദമി ബഷീർ താമരത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തൈക്കോണ്ടോ പ്രദർശനവും പ്രശസ്ത ഗായിക യുംന അജിൻ ടീം നയിക്കുന്ന ഇശൽ നിലാവ്, മാജിക് ഡാൻസ് എന്നിവയുമുണ്ടായിരുന്നു. ഏപ്രിൽ 20 അവസാനിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിൽ വിവിധ റൈഡുകൾ അടങ്ങിയ കാർണിവലും രാത്രിയിൽ സ്റ്റേജ് പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പുന്നയൂർ എടക്കരയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. എടക്കര മുറാദ് വീട്ടിൽ മുഹമ്മദ് നിദാലിനെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ബാംഗ്ലൂരിലായിരുന്ന ഇയാൾ 2 ദിവസം മുമ്പാണ് വീട്ടിലെത്തിയത്. വേലൂർ ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെ രാത്രി 7:30 വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇതോടനുബന്ധിച്ച് വിവിധ കലാസാംസ്കാരിക പരിപാടികൾ ഒരുക്കിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 4 വൈകിട്ട് 6:30 പ്രശസ്ത സിനിമാ നടൻ TG രവി നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർപേഴ്സൺ P. കൃഷ്ണദാസ് അധ്യക്ഷനാകും.
കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യാതിഥിയാകും. തുടർന്ന് പുന്നപ്ര മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മാടൻ മോക്ഷം എന്ന നാടകം അരങ്ങേറും. വെറും നാടകങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ചിത്രകാരന്മാർ, ശില്പികൾ, വിവിധ മറ്റ് കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഗ്രാമകം എന്ന് പറയുന്ന നാടകോത്സവം. 100-100-ലധികം വരുന്ന ചെറുപ്പക്കാരും അല്ലാത്ത പ്രായമുള്ള ആളുകളൊക്കെ കൂടിച്ചേരുന്ന വലിയ കൂട്ടായ്മയാണ്. അവരുടെ സ്വയം കായികമായിട്ടുള്ള അധ്വാനശേഷി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രസീനിയം രീതിയിലുള്ള നാടക രീതി അല്ല, പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ അടങ്ങിയിട്ടുള്ള നാടക അരങ്ങുകളാണ് ഇതിലിപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത്. ഏപ്രിൽ 5-ന് പഞ്ചമി തിയേറ്റേഴ്സിന്റെ പൊറാട്ട്, ഏപ്രിൽ 6-ന് കലവറ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ക്രസന്റ് മൂൺ, ഏപ്രിൽ 7-ന് 7 മണിക്ക് എരമംഗലം CMM UP ഡ്രാമ ക്ലബിന്റെ മഴച്ചിറകുകൾ, 7:30-ന് അന്തിക്കാട് നാടകവീടിന്റെ വെയ്രാജ വെയ് എന്നീ നാടകങ്ങൾ അരങ്ങേറും. ഏപ്രിൽ 8 വൈകിട്ട് 6:30-ന് നടക്കുന്ന സമാപന സദസ്സ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനാകും. AC മൊയ്തീൻ MLA മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഗ്രാമകം പുരസ്കാര സമർപ്പണം നടക്കും. തുടർന്ന് UAE മലയാളി ആർട്സ് ആൻഡ് സോഷ്യൽ സെന്റർ അവതരിപ്പിക്കുന്ന ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന നാടകം അരങ്ങേറും. നാടകോത്സവത്തോടൊപ്പം ചിത്രരചനാ ക്യാമ്പ്, അഭിനയ പരിശീലന കളരി എന്നിവ നടക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ P. കൃഷ്ണദാസ്, കൺവീനർ VV സുധീഷ്, പ്രബലൻ വേലൂർ, N. ബാബു എന്നിവർ പങ്കെടുത്തു. കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താഴ്ചയിലേക്ക് ഇറങ്ങി നിന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കടവല്ലൂർ പാടത്തിന് സമീപം ബുധനാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും കോട്ടക്കലിലേക്ക് പോവുകയായിരുന്ന കോട്ടക്കൽ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനോട് സമീപം സ്ഥാപിച്ച പരസ്യ ബോർഡിന്റെ തൂണിൽ കാർ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഗുരുവായൂർ നഗരസഭ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനവും നഗരസഭ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും നടന്നു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിന്റെയും ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനവും നഗരസഭ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്നു. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഡയറക്ടർ ഡോക്ടർ ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷനായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, AM ഷഫീർ, ബിന്ദു അജിത് കുമാർ, സായിനാഥൻ മാസ്റ്റർ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ, ജനറൽ സൂപ്രണ്ട് അനിൽകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ജില്ലാ റിസോഴ്സ് പേഴ്സൺമാർ, കുടുംബശ്രീ കമ്മ്യൂണിറ്റി അംബാസിഡർമാർ, ഗുരുവായൂർ നഗരസഭയിൽ ചാർജുള്ള KDIS കോർഡിനേറ്റർ ജൂൽഫർ, മറ്റ് ജീവനക്കാർ, CDS മെമ്പർമാർ, വാർഡ് തല RPമാർ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ദേശീയ നഗര ഉപജീവന ദൌത്യം സിറ്റി മിഷൻ മാനേജർ BS ദീപ തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃത മദ്യവിൽപ്പന നടത്തിയ സംഭവത്തിൽ 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ആർത്താറ്റ് കൂളിയാട്ടിൽ വീട്ടിൽ സുബീഷ്, അടുപ്പുട്ടി കണ്ടംപുള്ളി വീട്ടിൽ പ്രകാശൻ എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കാത്ത ഡ്രൈഡേയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തി വരുന്നതിനിടെയാണ് ഇരുവരും അറസ്റ്റിലായത്. പ്രകാശിന്റെ പക്കൽ നിന്ന് 2 ലിറ്ററും സുബീഷിന്റെ പക്കൽ നിന്ന് 5 ലിറ്റർ വിദേശ മദ്യവുമാണ് പിടികൂടിയത്. ഡ്രൈഡേകളിൽ മേഖലയിൽ അനധികൃത വിൽപ്പന വ്യാപകമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ V. ഗണേശൻ പിള്ള, ജിതിൻ, ശ്രീരാഗ്, സജീഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എബിലിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യതകളും ശേഷികളും തിരിച്ചറിയാനും അർഹരായവർക്ക് പരിശീലനം നൽകാനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിവിധ സ്കൂളുകളിൽ നിന്നായി 50 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡിലെ വിദഗ്ധരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ക്യാമ്പിലൂടെ നടത്തി. റിഹാബിലിറ്റേഷൻ ഓഫീസർ VG നിരേഷ് രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു. ചൊവ്വന്നൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സോഫിയ, പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിക്കുന്നത്. പൂരത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് കിഴക്കേ പന്നിശ്ശേരി അമൃതയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിലമ്പൊലി പേരകം അവതരിപ്പിച്ച വീരനാട്യം അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് നിലവിളക്ക് കൊളുത്തി കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്രമൈതാനിയിൽ പ്രവേശിക്കുന്നിടത്ത് സെലക്സ് കമ്മിറ്റി സജ്ജമാക്കിയ കവാടത്തിന്റെ സ്വിച്ച് ഓൺ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി പ്രതിനിധി സിസ്റ്റർ മേഘ നിർവഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി.ജി. ശിവശങ്കരൻ, CCTV മാനേജിംഗ് ഡയറക്ടർ ടി.വി. ജോൺസൺ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂരദിവസമായ ബുധനാഴ്ച രാവിലെ നട തുറക്കലിനെ തുടർന്ന് ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വാകചാർത്ത്, ഗണപതി ഹോമം, മലർനിവേദ്യം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പുഷ്പാഞ്ജലികൾ, ശീവേലി, പറവയ്ക്കൽ, ഉച്ചപൂജ എന്നിവയും ഉണ്ടായി. മേൽശാന്തി വിഷ്ണു ജഗന്നാഥ് നമ്പൂതിരിപ്പാട് സഹകാർമ്മികനായി. ഉച്ചയ്ക്ക് സംയുക്ത പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പിന് തുടക്കമായി. 6 മണിക്ക് വിവിധ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം 8 മണിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ തെയ്യം, കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി സമാപിക്കും. ക്ഷേത്രം ഭാരവാഹികളായ VR ബാലകൃഷ്ണൻ, MV സഞ്ജീവ്, അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ആകാശക്കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും വാനനിരീക്ഷണത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ കമ്മിറ്റിയും ചേർന്ന് താരാപഥം ചേതോഹരം എന്ന പേരിൽ വാനനിരീക്ഷണം സംഘടിപ്പിച്ചു. കോട്ടപ്പടി ചൂൽപ്പുറം KC രാമൻ പാർക്കിൽ സംഘടിപ്പിച്ച വാനനിരീക്ഷണം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം V. മനോജ് കുമാർ നക്ഷത്ര ക്ലാസ് എടുത്ത് ഉദ്ഘാടനം ചെയ്തു. KK ദിനേശ് ചൂണ്ടലിന്റെ നേതൃത്വത്തിൽ സ്ലൈഡ് ഷോയും ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആകാശക്കാഴ്ചകളെ വളരെ അടുത്ത് കാണാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ഗ്രന്ഥശാല പ്രവർത്തകൻ N. നാരായണൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ പ്രസിഡന്റ് MA സുബിത അഷ്റഫ് സ്വാഗതവും വായനശാല സെക്രട്ടറി TS ഷെനിൽ നന്ദിയും പറഞ്ഞു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. വികസന സ്ഥിരം സമിതി ചെയർമാൻ ഹുസൈൻ പുളേഞ്ഞാലിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, അസിസ്റ്റന്റ് സെക്രട്ടറി A. രാജേഷ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉദയകുമാർ, കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അങ്കണവാടി ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, സാരഥി, റഷീദ് പണിക്ക വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത പ്രഖ്യാപന ചടങ്ങിൽ A ഗ്രേഡ് ഹരിത കലാലയ പദവി നേടിയ റോയൽ ഡെന്റൽ കോളേജിനു വേണ്ടി ചെയർമാൻ കല്ലായിൽ സെയ്ദ് ഹാജി, ഏറ്റവും നല്ല രീതിയിൽ ഹരിതചട്ടങ്ങൾ പാലിച്ചു വരുന്ന ലൈം ക്വാർട്ടേഴ്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമ തെക്കേപ്പീടികയിൽ ഫാത്തിമ, യൂണിറ്റി സെന്റർ ഷോപ്പിംഗ് വില്ലേജിനു വേണ്ടി പ്രോപ്പർട്ടി മാനേജ്മെന്റ് MA മുഹമ്മദ് ഷെഫീഖ്, പെരുമണ്ണൂർ കൈപ്പറക്കുന്ന് കൃഷ്ണ സ്റ്റോഴ്സ് ഉടമ ഉണ്ണികൃഷ്ണൻ വരോട്ട് എന്നിവരെയും ആദരിച്ചു. കുന്നംകുളം നഗരസഭ നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിൽ തണ്ണീർപന്തൽ സജ്ജമാക്കി. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തണ്ണീർപന്തൽ ഉദ്ഘാടനം ചെയ്തു. വെയിലേൽക്കാതെ യാത്രികർക്ക് ബസ് കാത്തു നിൽക്കുന്നതിനും വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ദാഹജലം നൽകുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് തണ്ണീർപന്തൽ ഒരുക്കിയത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും വിവിധ വ്യക്തികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് തണ്ണീർപന്തൽ ഒരുക്കിയിട്ടുള്ളത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T. സോമശേഖരൻ, PM സുരേഷ്, PK ഷബീർ, പ്രിയ സജീഷ്, സജിനി പ്രേമൻ, കൌൺസിലർമാരായ ഗീത ശശി, റജി ബിജു, നഗരസഭ ആരോഗ്യ വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ KC സേതുവിനെതിരെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി കേസെടുത്ത് ഉത്തരവായി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയായ സംഭവത്തിൽ കുന്നംകുളം കോടതിയിൽ ഹാജരായി മൊഴി നൽകുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയതിനാണ് നടപടി. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറായ KC സേതുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത 389 വകുപ്പ് പ്രകാരമാണ് കേസെടുക്കാൻ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്.
2023 ഫെബ്രുവരി 4 വൈകിട്ട് വീടിനു സമീപം നിൽക്കുകയായിരുന്ന ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും ലോക്കപ്പ് മർദ്ദനത്തിൽ സുജിത്തിന്റെ ചെവിക്ക് സാരമായി പരിക്കേൽക്കുകയും കേൾവിശക്തിക്ക് തകരാറുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നതായും പറയുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 5 പോലീസുകാരെ സ്ഥലം മാറ്റിയിരുന്നു. ഈ കേസിൽ മൊഴി നൽകാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിരവധി തവണ സമൻസ് നൽകിയിട്ടും കോടതിയിൽ ഹാജരാകാതിരുന്നതിനാലാണ് അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ കേസെടുക്കാൻ കുന്നംകുളം കോടതി ഉത്തരവിട്ടത്. സുജിത്തിനുവേണ്ടി കുന്നംകുളം കോടതിയിലെ സീനിയർ അഭിഭാഷകനും കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് CB രാജീവ് ഹാജരായി. മികച്ച യുവഗണിത ഗവേഷകനുള്ള കൈരളി പോസ്റ്റ് ഡോക്ടറൽ പുരസ്കാരം ബ്രഹ്മകുളം സ്വദേശി ഡോക്ടർ AS സുജേഷിന്. തൃശൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനാണ് സുജേഷ്. കാലിക്കറ്റ് സർവകലാശാല ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ K. പ്രീതിയുടെ കീഴിൽ ബയോമെഡിക്കൽ മേഖലയിൽ മെഷീൻ ലേണിംഗിലൂടെ നാനോഫ്ലേഡിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള 2 വർഷം കാലാവധിയുള്ള പഠനത്തിനാണ് സുജേഷിന് പുരസ്കാരം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും സുജേഷ് പുരസ്കാരം ഏറ്റുവാങ്ങി. ബ്രഹ്മകുളം അരീക്കര വീട്ടിൽ സുബ്രഹ്മണ്യൻ ഗിരിജ ദമ്പതികളുടെ മകനാണ് ഡോക്ടർ AS സുജേഷ്. കൈക്കോർക്കാം ലഹരിക്കെതിരെ. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ ജനകീയ മാധ്യമ പ്രവർത്തനം നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച ഫ്ളാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടിയിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ലഹരിക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ദൈവീകമായ ദൗത്യമേറ്റെടുത്തുകൊണ്ട് കുന്നംകുളം CCTV ജോൺസേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു ടീം സദാസമയവും ഈ കുന്നംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഘുനാടകവും അരങ്ങേറി. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. ചൂണ്ടൽ സെന്റ് ജോസഫ് പ്രതിനിധി സിസ്റ്റർ മേഘ, CCTV ചെയർമാൻ KC ജോൺസൺ, ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, കേബിൾ ഓപ്പറേറ്റർമാരായ ബാബു പോൾ, AS പ്രസാദ്, ജനറൽ മാനേജർ സിൻഡോ ജോസ്, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ PJ സ്റ്റേജു. സ്ത്രീകളെ നിങ്ങൾ ഉണരണം, മാനവസേവ മാധവസേവയാകണം. നമ്മുടെ പ്രദേശത്ത് ഈ സാധനം കൊണ്ടുപോകണം. അവിഹിതമായിട്ട് ഇവിടെ പരിചയമില്ലാത്ത ആളുകൾ ഇവിടെ നടക്കുമ്പോൾ എവിടുന്ന് നീ വരണേ എന്ന് കൂട്ടമായിട്ട് ചോദിക്കാനും അവരെ ഇവിടുന്ന് തുരുത്താനും നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ CCTVയോടൊപ്പം എക്സൈസ് വകുപ്പിന്റെ ഒപ്പം ഇവിടുത്തെ നല്ലവരായ എല്ലാ മതവിഭാഗങ്ങളോടൊപ്പം മാനവസേവ മാധവസേവ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് CCTVയുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും 24 കേരള ബറ്റാലിയൻ NCCയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് VR ബാലകൃഷ്ണൻ, സെക്രട്ടറി MV സഞ്ജീവ്, ട്രഷറർ അജിത് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അധ്യാപകരായ അനു വിൻസെന്റ്, അൽഫീന പയസ്, വിദ്യാർത്ഥികളായ AJ ജോഷ്ന, CL ജാസ്മിൻ, ബിജി റോസ്, ആൻമരിയ ജോജു, TT ജോഫി എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് CCTV സംഘടിപ്പിക്കുന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സാമൂദ്രി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം വടക്കേ കോട്ടോൽ അസുര മഹാകാളൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ സമാപിച്ചു. അശ്വതി നാളായി തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് ഭജനയും ചുറ്റുവിളക്കും ഭഗവത് സേവയും കൂട്ടുപായസ നിവേദ്യവും ഉണ്ടായി. മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. രേവതി നാളായ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവയും നടന്നിരുന്നു. തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി BTV ശ്രീകുമാർ
നമ്പൂതിരി സഹകാർമ്മികനായി. തുടർന്ന് അന്നദാനവുമുണ്ടായി. ക്ഷേത്രം ഊരാളനായ കിഴക്കേ കോവിലകം ട്രസ്റ്റി ദിലീപ് രാജ സന്നിഹിതനായിരുന്നു. പ്രതിഷ്ഠാ ദിനത്തിന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വി സുധാകരൻ, സെക്രട്ടറി PS സുരേഷ്, ട്രഷറർ KK നിഖിൽ എന്നിവരടങ്ങിയ കമ്മിറ്റിയും ഭജനസംഘം അംഗങ്ങളും നേതൃത്വം നൽകി. സംസ്ഥാനത്തെ മികച്ച ശിശു സൗഹാർദ്ദ പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ തുറന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ PM അബു, ശ്രീബിത ഷാജി, ലിസി വർഗീസ്, MP ശരത് കുമാർ, ഷാലി ചന്ദ്രശേഖരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CS രശ്മി, യുവജനക്ഷേമ ബോർഡ് ബ്ലോക്ക് കോർഡിനേറ്റർ ആഷിഖ് വലിയകത്ത്, കില റിസോഴ്സ് പേഴ്സൺ ജിന്നി ജോസഫ് എന്നിവർ സംസാരിച്ചു. 2025-26 വർഷത്തിൽ ഈ മേഖലയ്ക്ക് ആവശ്യമായ തുക പദ്ധതി വിഹിതത്തിൽ നിന്ന് വകയിരുത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റേറ്റർ തസ്തികയും ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ചിട്ടുണ്ട്. കുട്ടികളെ ദ്രോഹിക്കുന്നവർക്കെതിരെയുള്ള പരാതികൾ സ്വീകരിച്ച് നടപടി കൈക്കൊള്ളുക, ബാലസൌഹാർദ്ദ വിവര പഠനം, ചൈൽഡ് ഹെൽത്ത് കൌൺസിലിംഗ്, മെന്റൽ ഹെൽത്ത് ബോധവൽക്കരണം, കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, കുട്ടികളുടെ പദ്ധതികൾ മോണിറ്ററിംഗ് ചെയ്യുകയും സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നിവയാണ് ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ പ്രധാന ചുമതലകൾ. കാവീട് ശ്രീ ആളാംകുളം ഭഗവതി ക്ഷേത്രത്തിലെ ഭീനമരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രം തന്ത്രി പ്രശാന്തിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, മലർനിവേദ്യം, ഉഷപൂജ, വാഗചാർത്ത് എന്നിവ നടന്നു. വൈകിട്ട് വിവിധ ദേശങ്ങളുടെ പൂരവരവുമുണ്ടായി. വിവിധ കമ്മിറ്റികളുടെ താലം വരവും ശ്രദ്ധേയമായി. ഉത്സവത്തിന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ PP അപ്പുക്കുട്ടൻ, KK അനിൽ, പ്രമോദ്, MC രമേശ്, ഗോപാലൻ കൊഴപ്പാമടം, VP ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്ത് തല മാലിന്യമുക്ത ശുചിത്വ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബേൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KV അബ്ദുൾ റഷീദ്, രുക്മ്യ സുധീർ, SK ഖാലിദ് പനങ്ങാവിൽ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS റെഡ്ഡി എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ തത്സമയ പ്രഖ്യാപനം സംപ്രേഷണം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി അനിത രാമൻ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്കുള്ള അവാർഡ് പ്രഖ്യാപനവും അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. മികച്ച ഹരിത സ്വകാര്യ സ്ഥാപനമായി KP നമ്പൂതിരീസ് ഓഡിറ്റോറിയത്തിനെയും, മികച്ച വാർഡായി 14നെയും, മികച്ച റെസിഡന്റ് അസോസിയേഷനായി മന്ദാരത്തെയും, വായനശാലയായി പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, പൊതു ഇടമായി അണ്ടിക്കോട് കടവ്, വിദ്യാലയമായി ICA സ്കൂൾ, ഹരിതകർമ്മസേന കൂട്ടമായി തേജസിനെയും തെരഞ്ഞെടുത്തു. മാലിന്യമുക്ത ശുചിത്വ പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ ബയോബിന്നുകളുടെ ഉദ്ഘാടനവും ഹരിതകർമ്മസേനാംഗങ്ങളുടെ യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു. മാലിന്യമുക്ത സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരുവളയന്നൂർ സ്കൂൾ കുട്ടികളുടെ ഫ്ളാഷ് മോബ്, കുടുംബശ്രീ അംഗങ്ങളുടെ തിരുവാതിരക്കളി, ശുചിത്വ പ്രതിജ്ഞ, നായരങ്ങാടി സെന്ററിലേക്ക് ശുചിത്വ സന്ദേശ ജാഥ എന്നിവയും നടന്നു. പഞ്ചായത്ത് മെമ്പർമാരും ജീവനക്കാരും പങ്കെടുത്തു. കടങ്ങോട് പൊറ്റാംകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഏകദശാഭിഷേകം, കളഭാഭിഷേകം, കട്ടില സമർപ്പണം, നാഗപൂജ, ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം, ഹിഡുമ്പൻ സ്വാമിക്കും പ്രത്യേക പൂജകളുമുണ്ടായി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേളം, പ്രസാദഊട്ട് എന്നിവയും വിവിധ കലാപരിപാടികളും ഉണ്ടായി. ശമ്പള പരിഷ്കരണത്തിന് സമയമായിട്ടും ഒരു കമ്മീഷനെ പോലും നിയോഗിക്കാത്തത് ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ലെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചാവക്കാട് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് VP ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MF ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൌൺസിൽ അംഗം VK ജയരാജ ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. മഹിളാ വിഭാഗം സെക്രട്ടറി ഫെലീഷ്യ M. ഐപ്പുണ്ണി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ക്ലമന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീന്ദ്രബാബു, ഭാരവാഹികളായ തോംസൺ വാഴപ്പിള്ളി, PI ലാസർ, P. മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഞമ്മനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും കലശവും ഉപദേവ പ്രതിഷ്ഠകളും നടത്തി. ഏപ്രിൽ 28 മുതലാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശം തുടങ്ങിയത്. പ്രതിഷ്ഠാദിനമായ ബുധനാഴ്ച രാവിലെ 5:30 മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 9-നും 10:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ, മഹാവിഷ്ണുവിന് പ്രസാദ പ്രതിഷ്ഠ, നപുംസക ശിലാപ്രതിഷ്ഠ, വലിയ പാണി, ജീവകലശം, ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കൽ എന്നീ ചടങ്ങുകൾ നടത്തി. ഇതോടൊപ്പം അയ്യപ്പൻ, ഭദ്രകാളി, ഗണപതി എന്നീ ഉപദേവന്മാരുടെയും സർപ്പക്കാവിന്റെയും പ്രതിഷ്ഠയും നടന്നു. തുടർന്ന് വിശേഷാൽ പൂജകൾ, പ്രതിഷ്ഠാബലി, പ്രതിഷ്ഠ ദക്ഷിണയും നടത്തി. അയ്യപ്പക്ഷേത്രത്തിന്റെ നടശാല നിലവിളക്ക് സമർപ്പണം ഉണ്ടായി. നടശാല വടാശ്ശേരി ചന്ദ്രനും നിലവിളക്ക് തണ്ടേങ്ങാട്ടിൽ പുഷ്കരനുമാണ് സമർപ്പിച്ചത്. ചടങ്ങിൽ ക്ഷേത്രം മുഖ്യതന്ത്രി MM നാരായണൻ നമ്പൂതിരി, തന്ത്രിമാരായ സൂരജ് നമ്പൂതിരി, ഗിരീശൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് മുതൽ ദർശന പ്രാധാന്യമുള്ള സർപ്പബലി, അത്താഴ പൂജയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് PV വിജയൻ, സെക്രട്ടറി NR രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുമനയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ ഫീസ് വർധനവ് ഉടൻ പിൻവലിക്കുക, ഭരണസമിതിയുടെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ഒരുമനയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ BJP മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സിന്ധു അശോകൻ, ജനറൽ സെക്രട്ടറി ഷനിൽ, മണ്ഡലം സെക്രട്ടറി വിനീത് കുറുപ്പേരി, മണി കുറുപ്പൻ എന്നിവർ സംസാരിച്ചു. പുന്നയൂർ K. കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ചികിത്സാ ധനസഹായ വിതരണവും നടത്തി. മന്നലാംകുന്ന് സെന്ററിൽ സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയർമാൻ ബിനേഷ് വലിയകത്ത് നിർവഹിച്ചു. ചികിത്സാ ധനസഹായം ഖത്തർ മെമ്പർ KH നൌഷാദ്, വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സൈദലവി പടിഞ്ഞാറയിലിന് ഫണ്ട് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ KH സുൽത്താൻ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത്, 17-ാം വാർഡ് മെമ്പർ മുജീബ് റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ, വൈസ് ചെയർമാൻ താച്ചു കരിയാടൻ, ജോയിന്റ് കൺവീനർ ശിഹാബ് പുളിക്കൽ, ഷംറൂദ്, ഷഹീർ പടിഞ്ഞാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSI പള്ളിയിൽ യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഇന്ത്യ കുന്നംകുളം മേഖലയുടെ നേതൃത്വത്തിൽ ട്രെൻഡ് സെറ്റേഴ്സ് ഏകദിന ടീനേജ് ക്യാമ്പ് സംഘടിപ്പിച്ചു. CSI പള്ളി വികാരി ഫാദർ KC ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തോമസ് മാത്യു അധ്യക്ഷനായി. ജോജോ C. കുര്യൻ കോട്ടയം മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ സംഗീതം, ഗ്രൂപ്പ് ചർച്ച, പ്രഭാഷണം എന്നിവ നടത്തി. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാർത്തോമ പള്ളി വികാരി ഫാദർ സുനു ബേബി കോശി, ജോജു ജോസഫ്, ഡോക്ടർ സൂസൻ സരൂപ്, CV ഷാബു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ദീപിക എക്സലൻസ് അവാർഡ് നേടിയ കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സനെ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന് അനുമോദിച്ചു. ആശുപത്രി ട്രഷറർ മോൺസി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാരായ ജാനകി, ബാബു മാത്യൂസ്, മോഹൻ തോമസ്, അഖിൽ പോൾ, സാബു ജോർജ്, സാറ തോമസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രയത്നഫലമാണ് ആശുപത്രിയുടെ ഉയർച്ചയ്ക്ക് കാരണമെന്നും തന്നെ അവാർഡിന് അർഹനാക്കിയതെന്നും ആശുപത്രി സെക്രട്ടറി KP സാക്സൺ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡിക്സൺ CS സ്വാഗതവും രാജേഷ് നന്ദിയും പറഞ്ഞു. ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. അഗതിയൂർ കുട്ടൻകുളങ്ങര പരേതനായ മാനുട്ടി മകൻ പ്രകാശനാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ദിവ്യഭാര്യയും കീർത്തന മകളുമാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8510 രൂപ, പവന് 68,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചരമം. ചാവക്കാട് മണത്തല ബേബി റോഡ് സെന്ററിൽ താമസിക്കുന്ന പരേതനായ കരിമ്പൻ വേലായുധൻ ഭാര്യ തിലോത്തമ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രേമ, പ്രദീപ്, പരേതനായ ബാബുരാജ്, ബീന, താര, സന്തോഷ്, ലിഖിലാൽ എന്നിവർ മക്കളാണ്. കാണിപ്പയ്യൂർ മാളിയേക്കൽ ലീലാവതി അമ്മ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, പ്രേമകുമാരി, വിജയകുമാരി, വസന്തകുമാരി എന്നിവർ മക്കളാണ്.
വയലത്തൂർ മദ്രസയ്ക്ക് സമീപം പരേതനായ അഴിയത്ത് കുഞ്ഞുമോൻ മകൻ വട്ടാത്ത് അബ്ദുൾ ജലീൽ നിര്യാതനായി. 60 വയസ്സായിരുന്നു. ദീർഘകാലം ഖത്തറിൽ പ്രവാസിയായി വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഫിയ ഭാര്യയും ജാനിഷ്, റുക്സാന എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാൾ കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. തീപിടുത്തമുണ്ടായത് ഇന്റിമേറ്റ് മാട്രിമോണി എന്ന സ്ഥാപനത്തിൽ. കമ്പ്യൂട്ടറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. ഉത്സവങ്ങളും ആഘോഷങ്ങളും മാനവസ്നേഹവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണെന്ന് NK അക്ബർ MLA. മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം MLA ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 4 മുതൽ 8 വരെ രാത്രി 7:30 വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഗ്രാമകത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികൾ ഒരുക്കിയതായും ഭാരവാഹികൾ. അനധികൃത മദ്യവിൽപ്പന. 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ആർത്താറ്റ് കൂളിയാട്ടിൽ വീട്ടിൽ സുബീഷ്, അടുപ്പുട്ടി കണ്ടംപുള്ളി വീട്ടിൽ പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.